നമസ്കാരം. ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഐക്യുവുമായി ബന്ധപ്പെട്ട. എന്താണ് ഐക്യു? ഇന്റലിജന്റ് കോഷ്യന്റ്. ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അയാൾ ആലോചിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അയാളുടെ കഴിവുകൾ എങ്ങനെയാണ്, അത് ശാസ്ത്രീയപരമായി താൽക്കാലികപരമായ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യുന്നു, അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, ഇതിനെയൊക്കെ അളക്കുന്ന ഒരു കഴിവാണെന്തെന്ന് പറയുന്നത് ഐക്യു എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ ഐക്യു എങ്ങനെ വർദ്ധിപ്പിക്കാം? ഐക്യു നമുക്ക് പരിപൂർണമായും വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഐക്യു അളക്കുന്ന അളവ് കോലുകൾ ഏതൊക്കെയാണ്? കുട്ടികളിൽ ഐക്യു എങ്ങനെയാണ്? മുതിർന്നവരിൽ എങ്ങനെയാണ്? ഇത് വളർത്താനാകുമോ? ഇതിന് ഏതൊക്കെ തരം ഫുഡ് കഴിക്കണം? ഇതിന് എന്തൊക്കെ വ്യായാമം കൊടുക്കണം? അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐക്യുവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേട്ടിരിക്കണം, അത് 100% ഗുണം ചെയ്യും. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐക്യു വളർത്താൻ പറ്റുമോ? എന്തോ ഐക്യു വളർത്താൻ വലിയ അത് എങ്ങനെയാണെന്ന് നോക്കണം. വലിയൊരു ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഐക്യു വളർത്താൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഐക്യു അല്ല നമ്മൾ വളർത്തുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ബുദ്ധിശക്തിയാണ് വളർത്താൻ പറ്റുന്നത്, മെച്ചപ്പെടുത്തിയെടുക്കുക. മനസ്സിലാവുന്നു? അത് കുട്ടികളിൽ വ്യത്യസ്തമായ രീതിയിലാണ്, അതോടൊപ്പം തന്നെ മുതിർന്നവരിൽ വ്യത്യസ്തമായ രീതിയിലാണ്. സാബുജായ ഹായ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഐക്യു വർദ്ധിപ്പിക്കാൻ നോക്കാം. ഓക്കെ. ബുദ്ധിശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മള് ഈ കൊഗ്നിറ്റീവ് റീസണിങ്, മനസ്സിലായോ? അത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, മെമ്മറി, ലോജിക്കൽ റീസൺസ്, ഇവയൊക്കെ വളരുക എന്നുള്ളതാണ് ഈ വളർത്തുക എന്ന് പറയുന്നതിനുള്ള അർത്ഥം. അപ്പൊ നമുക്ക് കുട്ടികളിലും മുതിർന്നവരിലും ഈ ഐക്യു എങ്ങനെ വർദ്ധിപ്പിക്കാം? മനസ്സിലാവുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടിരുന്നോണം. ഞാൻ കോമൺ ആയിട്ടുള്ളത് പറയും, പിന്നെ കുട്ടികളിൽ എങ്ങനെയാന്ന് പറയും. ഓക്കെ. അപ്പൊ ഇപ്പൊ കോമൺ ആയിട്ടുള്ളൊരു വിഷയം പറയാം. ഒന്നെന്ന് പറയുന്നത് പുസ്തക വായന. എന്താ? പുസ്തക വായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, ഭാഷാ ശൈലി. നമ്മുടെ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നു? നമ്മൾ തന്നെ ഓരോ രീതിയിൽ വളർന്നു വരാൻ ശ്രമിക്കുമ്പോൾ, നമസ്കാരം, നമ്മൾ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യും? വ്യത്യസ്തപ്പെടുത്താൻ തുടങ്ങും. ഭാഷാ ശൈലിയിൽ വ്യത്യാസപ്പെടുത്താൻ തുടങ്ങും. മനസ്സിലായോ? അതുപോലെ തന്നെ പുതിയ അറിവുകൾ നേടാൻ തുടങ്ങും. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ നിങ്ങൾ കളിക്കുന്ന ഗെയിമുകളുണ്ടല്ലോ, ഏതാ? പസലുകൾ. പസലുകൾ കളിക്കും. ബ്രെയിൻ ഗെയിംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നെറ്റ് ഫോണിനകത്ത് ഇഷ്ടം പോലെ തരുന്ന കണ്ടിട്ടുണ്ടോ? ഏതൊക്കെയാ? ചില വാക്കുകളുടെ അറേഞ്ച്മെന്റ്സ്, വേർഡ്സുകൾ, സുഡോക്കോ, ചെസ്, ഈ റുബിക് ബ്ലോക്സുകൾ. മനസ്സിലായ? ഇതെല്ലാം നമ്മുടെ എന്താണ്? ഇതെല്ലാം നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. അതോടെ തന്നെ ഇത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ കളിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും. തീരുമാനം എടുക്കുന്നതിന്, ഓർമ്മശക്തി കൂടുന്നതിന്, മെന്റലി ഉള്ള കഴിവുകൾ കൂടും. മനസ്സിലാവുന്നു? ലോജിക്ക്, റീസണിങ്. ചിലർക്ക് വേറെ കഴിവുണ്ട്, ഈ മനപഠന ശേഷി കൂടുതലാ. മനസ്സിലാവുന്നു? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, മോനെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വെച്ചുകൊണ്ട് അത് നമ്മുടെ തലച്ചോറിൽ പോകുന്ന ഒരു സംഭവം. എന്തുവായിരുന്നു ഇപ്പൊ മോൻ പറഞ്ഞു കേട്ടോ? ഇങ്ങോട്ട് മോന്റെ ഒരു വിഷയം എന്താ പറഞ്ഞത്? മെറ്റാലിക് ലസ്റ്റർ. അപ്പം ഒന്ന് നമ്മൾ മെറ്റൽ ഏതൊക്കെയാന്നുള്ളത് കൺസെപ്റ്റ് വരണം. അപ്പൊ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ തിളങ്ങാനുള്ള കഴിവുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് ഉടനെ സ്വർണം, പ്ലാറ്റിനം ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ഐഡിയാപരമായി നിങ്ങൾ ക്വസ്റ്റ്യനെ വിവർത്തനം ചെയ്ത് പഠിക്കാൻ കഴിയണം. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ മ്യൂസിക്സ്. മനസ്സിലാവുന്നു? മ്യൂസിക്കുകൾ പഠിക്കുന്നത്, മ്യൂസിക്കിനകത്ത് ഏതാ പഠിക്കേണ്ടതെന്ന് അറിയാമോ? കീബോർഡ് പഠിക്കണം, വയലിൻ പഠിക്കണം, ഈ വോക്കൽ എക്സെട്ര, ഇതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ഈ എന്താ പറയുന്നത്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഇൻവോൾവ്മെന്റ് കിട്ടുന്ന ഇതാണ് മ്യൂസിക്കൽ. ഇതാണ് അത് നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ബുദ്ധിശക്തി വർദ്ധിക്കുന്നത് കൊണ്ട് അന്നേരം ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മ വർദ്ധിക്കും, നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമുക്കൊരു ക്ഷമയുണ്ടാവും. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഐക്യുവിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യും. മനസ്സിലാവുന്നു? ഇതെല്ലാം ഞാൻ പറഞ്ഞ എന്താണ്? ഇതെന്താന്നാ പറഞ്ഞേ? ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള ഓരോരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നു? ഇനി അടുത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വേറൊരു സാധനമാണ് മെഡിറ്റേഷൻ. മനസ്സിലാവുന്നു? മെഡിറ്റേഷനും പിന്നെ ഈ മൈൻഡ്ഫുൾനെസ് പറഞ്ഞു, അത് നമ്മുടെ കറക്റ്റ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്വാസം എടുക്കുന്ന
അത് മനസ്സിലായ ശ്വസന പ്രക്രിയ മനസ്സിലാവുന്നു. Okay. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 4-5 പ്രാവശ്യം എന്ത് ചെയ്യണം, വെച്ചലക്കിക്കണം. Yes. മനസ്സിലാവുന്നോ? Yeah, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ Mindfulness. ബുദ്ധി ശക്തി കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം. ഇത് പറഞ്ഞ ഓർഡർ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്റെ മൈൻഡിൽ നിന്ന് അതങ്ങ് പോകും. മനസ്സിലാവുന്നു? അടുത്ത മാനസികപരമായിട്ട് മനസ്സിലായി ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാതാ ചെയ്തേ. Yes. അപ്പൊ ഈ മാനസികപരമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ IQ വർദ്ധിപ്പിക്കുന്ന ചില ഫുഡുകളുണ്ട്. മനസ്സിലാവുന്നോ? Yeah. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന സാധനം അവോയ്ഡ് ചെയ്തേ പറ്റൂ. ശരിയാണ്. ഇതെന്തോന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വയറും ചാടി ചുമ്മാ നമ്മളെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. Yes. അപ്പൊ നമുക്ക് IQ വർദ്ധിപ്പിക്കുന്ന ഫുഡുകൾ, മാനസികപരമായി നമുക്ക് കുറെ ഉന്മേഷം കിട്ടുന്ന ഫുഡുകൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ മീനും ഈ വാൾനട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സാധനം ഉണ്ട്. എന്തോന്നറിയാമോ? എന്തുവാ? ഒമേഗ 3. ഒമേഗ 3 എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോണ്ടോ? കേട്ടു. അതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്തിനു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നറിയാമോ? മെമ്മറി, അതോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങൾക്ക്. മനസ്സിലാവുന്നു? ഇത് നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു സംഭവമാണ്. എന്തെന്ന് പറയുന്നത്? ഒമേഗ 3 എന്ന് പറയുന്ന സാധനം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മാനസികപരമായ IQ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ബെറീസ്, ഏതാ? ഗൂസ്ബെറി, പിന്നെ ബ്ലാക്ക്ബെറി, ഇത് ബ്ലൂബെറി. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? മൽബെറി. അതൊക്കെ എന്താണ്? സ്ട്രോബെറി. ഇതൊക്കെ ആന്റി ഓക്സൈഡ്സാ. മനസ്സിലായ? ആന്റി ഓക്സൈഡ്സ് എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ നാഡികളുടെ ചലനം വർദ്ധിപ്പിക്കും. മനസ്സിലാവുന്നു? അപ്പൊ അതുപോലെ തന്നെ ബെറീസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോഴും പ്രണയമൊക്കെ വരുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ പെൺപിള്ളേരൊക്കെ കൊടുക്കുന്ന സാധനം എന്തോന്നറിയാമോ? റോയിച്ച ഗുഡ് മോർണിംഗ്. നമ്മുടെ അജയൻ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ. എന്തോ ഭയങ്കര പ്ലാനിങ് എടുത്ത്. അന്നേരം എന്താന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വിട്ടുപോയല്ലേ? ഡാർക്ക് ചോക്ലേറ്റ്. പ്രണയത്തിന്റെ ഒരു ഓർമ്മയുണ്ട്. ചുമ്മാ പറഞ്ഞേ, അതൊക്കെ വേണമല്ലോ. അപ്പൊ എന്താണ്? അത് വേണം, അത് പോട്ടെ, അത് അതിനല്ല ടോപ്പിക്കല്ലേ. അതെന്തോ ആവട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞേ, മറന്നു പോയല്ലോ. ഡാർക്ക് ചോക്ലേറ്റ്. ഈ സാധനം എന്തോന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്താണെന്ന് അറിയാം, ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഡോപ്പാമിൻ അത് ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ വരും. മനസ്സിലായി? അത് ഏതൊക്കെയാന്ന് അറിയാമോ? വേറെ ഉണ്ട്. വാക്സിറ്റോസിൻ, പിന്നെന്തോ വാസോപ്രസിൻ, പിന്നെ അതല്ല ഞാൻ പറഞ്ഞുതരാം. ദൈവം ഇതൊന്നും അറിഞ്ഞൂടാത്ത പറയരുത്. ഡോപ്പോമിന്, പിന്നെ വാസോപ്രസിന്, ഓക്സിറ്റോസിൻ, ഇവയൊക്കെ എന്താണ്? പോസിറ്റീവ് ഹോർമോൺസ് ആണ്. നമുക്ക് ഹാപ്പിനെസ് വരും. പക്ഷെ അഡ്രിനാലിനും കോർട്ടിസോളും നെഗറ്റീവായിട്ടുള്ള ഇതാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഇവ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് ഇത്രയും ഇവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതാ, മനസ്സിലായ? ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗുണം പറയാം. പിന്നെന്ന് പറഞ്ഞാൽ പച്ചയില. പച്ചയില ഏതാണെന്നറിയാമോ? ഏതാ നമ്മുടെ ആഹാരത്തിൽ കൂട്ടേണ്ട പച്ചയില? ചീര. പിന്നെ ഏതാ? മുരിങ്ങ. സ്പിനാച്ചും മുരിങ്ങയിലയും കെട്ടിക്കണം. മനസ്സിലായി? പിന്നെ നമ്മുടെ ആഹാരത്തിൽ വരേണ്ടത് ഇതൊക്കെ മൈൻഡിന്റെ ഫുഡാ. പിന്നെ വരേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ മുട്ട. എന്ത്? എഗ്. എഗിനകത്ത് എന്തോ ഉള്ളേ? പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കുന്ന അറിയാം? ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് ഈ മുട്ട സൂപ്പറാ. എന്തോ? ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് എന്ത് കൂടുതലാണ്. അതുപോലെ തന്നെ പച്ചിലയിൽ നിന്ന് നമുക്ക് എന്തോ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഈ ന്യൂറോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കണ്ണിന് ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഏതാണ്? ഗ്രീൻ ആയിട്ടുള്ള ലീവ്സിന്റെ കറി വെച്ചൊഴി. മനസ്സിലാവുന്നോ? അപ്പൊ ഞാൻ എന്തോരുന്നു വേറൊരെണ്ണം പറഞ്ഞ എന്തോരുന്നു? മുട്ട. മുട്ടയുടെ കാര്യവും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എന്തോന്ന് ചോദിച്ചാൽ ആശയപരമായ അല്ലെങ്കിൽ ആദർശപരമായ ഒരു വിദ്യാഭ്യാസ ശൈലി നമുക്കുണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം കൂടുമോ? അറിവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും സംസാരിക്കാൻ പോകത്തില്ല. അറിവുള്ളവൻ എന്ത് ചെയ്യും? സംസാരിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നോ? എലോൺ മസ്കിന് അറിവോട് ഉണ്ടായോണ്ടാ സംസാരിക്കുന്നത്. അയാൾക്ക് ഏത് കാര്യത്തിനകത്തും വ്യക്തമായ അറിവുണ്ടാവണം. മനസ്സിലാവണം? അപ്പം കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു സംഭവം ഞാൻ പറയാം. ആക്ച്വലി ദാറ്റ് ഈസ് റിസർച്ച്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കണം കുട്ടികളെ. എന്താ പഠിപ്പിക്കണം? അപ്പൊ എങ്ങനെ? വാട്ട്, വൈ, ഹൗ, ഈ ചോദ്യങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊരു റിസർച്ച് മൈൻഡിലായിരിക്കണം നമ്മൾ കാര്യങ്ങളെ ചോദിക്കണ്ടേ. മനസ്സിലായോ? എന്തോ ആവട്ടെ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അന്നേരം അങ്ങനെ ഒരു ആശയവിനിമയ ശൈലി അതോടെ വർദ്ധിക്കും. മനസ്സിലാവുന്നു? അതിനെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അഭിമുഖം
പരിപാടി നടത്തണം. മനസ്സിലായോ? സ്കൂളിൽ സാറിനോട് ഒരു അഭിമുഖ പരിപാടി വെക്കാം, ഡിബേറ്റ് വെക്കാമല്ലോ. ഈ വാക്കുകൾ വെച്ചുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടല്ലേ, അതൊരു പ്രത്യേകതയാ. മനസ്സിലാവുന്നു? ഇതൊക്കെ നമുക്ക് ആശയവിനിമയ ശൈലി പെട്ടെന്ന് കൂടും, കുറെ വേർഡുകൾ അധികം കിട്ടും. ഇനി ഇത് കുട്ടികളില്, മനസ്സിലായ കുട്ടികളിലാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. എന്നാൽ മുതിർന്നവരിൽ എന്താ വേണ്ടതെന്ന് അറിയാമോ? പുതിയ ഭാഷ പഠിക്കണം, ഐക്യു കൂടുന്നതിന്. മനസ്സിലായി? ന്യൂ ലാംഗ്വേജസ് പഠിക്കണം. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കോഴ്സുകൾക്ക് ചേരണം. കുട്ടികൾ ഇതൊന്നും ചെയ്യണ്ട. കുട്ടികൾ ലാംഗ്വേജ് പഠിച്ചെന്ന സമയങ്ങളുണ്ട്. ബിക്കോസ് അവർക്ക് അതിനുള്ള അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇതെല്ലാം കൂടെ കോർത്തിണക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് ഞാനൊരു റൂട്ടീനൊക്കെ പറഞ്ഞുതരാം. മനസ്സിലാവുന്നു? പിന്നെ അതിപ്പോ മുതിർന്നവരെങ്ങനെ ഇത് ചെയ്യും, എങ്ങനെ പിടിച്ചെടുക്കും എന്ന് വെച്ചാൽ ഡിബേറ്ററായി മാറണം. മനസ്സിലാവുന്നു? അത് ഈ എഡെക്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കേട്ടുണ്ടോ? അതുപോലെ തന്നെ ഖാൻ അക്കാഡമി, ഇതൊക്കെ അവരത് ചെയ്യുന്ന ആൾക്കാരാ. മനസ്സിലാവുന്നു? ഇനി ഡിജിറ്റലായിട്ടും ഓൺലൈനായിട്ടും ഇത്തരത്തിലുള്ള ടൂൾസുകൾ നമുക്ക് കിട്ടും. മനസ്സിലാവുന്നു? ഇത് മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ ടെസ്റ്റുകൾ നമ്മുടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. മനസ്സിലാവുന്നു? അതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ ഈ ബ്രെയിൻ ട്രെയിനിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ബ്രെയിനിനെ വളർത്തുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ പസിലൊക്കെ കളിക്കുമ്പോൾ അല്ലെ സുഡോക്ക് കളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അവർ കൃത്യമായിട്ട് എന്തോ പറയും, ബ്രെയിൻ ഗെയിംസ് ആണെന്ന് പറയും. മനസ്സിലാവുന്നു? ഈ ബ്രെയിൻ ഗെയിംസ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അത് നമ്മുടെ ഐക്യു കൂട്ടുന്ന മെത്തേഡാ. മനസ്സിലാവുന്നു? ഇനി അടുത്ത ഞാനിപ്പം ഐക്യുവിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോകണം. മനസ്സിലാവുന്നു? ഇനി മുതിർന്നവരിൽ എന്ന് പറഞ്ഞാൽ ഇനി ഐക്യു വളരാൻ പറ്റുന്ന ഡെയിലി എക്സസൈസ് എന്തോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാം. ഇംഗ്ലീഷ്, നിങ്ങൾ മലയാളികളായതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ മാത്സിനകത്ത് നോക്കുന്നു. മനസ്സിലാവുന്നു? പിന്നെ ഫോക്കസ് ചെയ്യുന്നു. ഇതൊക്കെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തോണം. മനസ്സിലാവുന്നു? ഇനി ഈ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു സാധനം, ഈ ഐക്യു ഷാർപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്, അല്ലെ ടാസ്ക് ഉണ്ട്. ഏതാണെന്നറിയാമോ? chess.com. ചെസ് കളിക്കണം. മനസ്സിലാവുന്നു? ഓൺലൈൻ മീൻസ് 2 players ആയിട്ട്. അതുപോലെ തന്നെ ദ്വിഭാഷാ പഠനം. ഒരു ഭാഷ നമ്മുടെ സംസാരത്തിനകത്ത് ഇതാണെന്ന് വെച്ചോ, പോയോ? നമ്മുടെ ലാംഗ്വേജ് കൂടാതെ ഒരു ലാംഗ്വേജോടെ എക്സ്ട്രാ ലാംഗ്വേജുകൾ പഠിക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഫ്ലെക്സിബിലിറ്റി അങ്ങ് കൂടും. മനസ്സിലാവുന്നു? പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 5ാമത് എനിക്ക് പറയാനുള്ളത് വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ബൂസ്റ്റപ്പ് ആവും. അപ്പം ഈ എയറോബിക് എക്സസൈസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നറിയാമോ? പഠിച്ചിട്ടില്ലേ? ഓടുക, ഓടുക, പിന്നെ സ്വിം ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക, അങ്ങനെയുള്ള എയറോബിക് എക്സസൈസ് നമ്മൾ ചെയ്യണം. മനസ്സിലാവുന്നു? അതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനും കൂടും, മെമ്മറിയും കൂടും. മനസ്സിലാവുന്നു? അടുത്ത എന്താന്ന് ചോദിച്ചാൽ യോഗ, അതോടൊപ്പം തന്നെ ബ്രീത്തിങ്. യോഗ എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെന്റൽ കാമായിട്ട് ഒരു മാനസികപരമായ മെന്റൽ ഒരു സമാധാനം, മനസ്സിലാവുന്നു, അത് കിട്ടും. പിന്നെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുന്നു? നമുക്കൊരു പ്ലാനിങ് സ്കിൽസുകൾ കിട്ടും. ഇതല്ല ഇതിനകത്ത് നിന്നാണ് കിട്ടുന്നത്. നമ്മൾ ഈ പറഞ്ഞ വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. പിന്നെ തന്നെ ടീം സ്പോർട്സ് ഉണ്ട്. ഏതൊക്കെയാ? ഈ ഫുട്ബോള്, പിന്നെന്തോ അങ്ങനെ ടീം ചേർന്ന് കളിക്കുന്നത്, വോളിബോള്, ബാഡ്മിന്റൺ, ഇതൊക്കെ കളിക്കുമ്പോൾ ഉള്ളത് ഇത് ടീം ആയതുകൊണ്ട് ഇതെല്ലാം ട്രിക്കിയാ. വോളിബോൾ ഇതാണ്ട് ലിഫ്റ്റ് ഇടുന്നവൻ തന്നെ ഇങ്ങനെ കാണിക്കും. നമ്മൾ വിചാരിച്ചില്ല അവിടെ പറഞ്ഞ ബ്ലോക്കേഴ്സ് അവിടെ ചാടും, പക്ഷെ ഇവിടെ ബാക്കിൽ പോകും. അങ്ങനെയുള്ള അതാണ് ഡിസിഷൻ മേക്കിങ്. മനസ്സിലാവുന്നു? ഇങ്ങനെയുള്ള ഇനി അടുത്ത 5ാമത്തെ ഇപ്പം ഈ പറഞ്ഞ ഐക്യു കൂടാനല്ലേ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും എപ്പോ ഉറങ്ങണമെന്നുള്ളത്. കുട്ടികൾ ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാം. മനസ്സിലാവുന്നു? കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പഠിക്കണം. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ മുതിർന്നവരെപ്പോ ഉറങ്ങണം? ഒരു 6 മണിക്കൂർ, ഒരു 7 മണിക്കൂറിനകത്ത് ഉറങ്ങിയാൽ മതി. മനസ്സിലാവുന്നു? എന്നാൽ ഇതെന്താന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ കളിക്കേണ്ട ഗെയിമുകള്, ഈ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഐക്യു വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മുതിർന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ കോമൺ ആയിട്ട് ഞാൻ പറയാം. എന്നിട്ട് കുട്ടികൾ ചെയ്യേണ്ടാത്തതും പറയാം. കുട്ടികൾ ചെയ്യേണ്ടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഭാഷകൾ പഠിക്കാൻ പോണ്ട. മനസ്സിലാവുന്നു? പിന്നെന്തോ വേണ്ടെന്ന് പറഞ്ഞു? ഈ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കോഴ്സുകൾ, ഇതൊന്നും ആർക്ക് വേണ്ട?
കുട്ടികൾക്ക് വേണ്ട. അല്ലാതുള്ള പസൽ വേണം, ഗെയിംസ് വേണം, വായന വേണം, പഠനം വേണം, പിന്നെന്താ പറഞ്ഞേ, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല മ്യൂസിക്സ് വേണം, ആർട്ട് വേണം, മെഡിറ്റേഷൻ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇതെല്ലാരും ചെയ്യണ്ടേ? ചെയ്യണം. മനസ്സിലാവുന്നു? ഇത്രയുമാണ് നമ്മൾ IQ വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡുകൾ പറഞ്ഞത്. ഇനി നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ IQ വർദ്ധിപ്പിക്കുന്ന എന്തിനാ? കൂട്ടാൻ. IQ എന്തിനാ കൂട്ടുന്നേ? മനസ്സിലാവുന്നു? അപ്പം 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഗുഡ് മോർണിംഗ് സുജാത. ഓക്കെ, കുട്ടികൾ എന്തിനാ ഈ IQ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നേ? അത് കേട്ടോണം. അതെങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളത്, എന്തിനാ കൂട്ടുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യം കേൾക്കുക. അതായത് ഈ IQ ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ളവരെയും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഡൽട്ടായിട്ടും കൂട്ടാൻ. രണ്ടായിട്ടായിട്ട് വരും. അതൊരു 40-45 വയസ്സ് വരെയൊക്കെ ആണെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന വായനാശീലം കൃത്യമായി വരുന്ന ഒരാൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോന്നും അങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരാൾക്ക് ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ IQ കൂട്ടാൻ കുട്ടികളിൽ 5 മുതൽ 15 വരെ ഉള്ളവരുടെ എന്ന് പറഞ്ഞാൽ, 1, കോൺസെൻട്രേഷൻ കൂട്ടും. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ പഠനശേഷി വർദ്ധിപ്പിക്കും. പിന്നെ ഈ IQ ഗെയിംസുകൾ, അതിനകത്തൊരു എക്സ്പേർട്ടായി മാറാൻ പറ്റും. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് പിന്നെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നു? അതിനുവേണ്ടിയാണ് ഈ IQ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. കൂട്ടിയുള്ള ഗുണങ്ങൾ. അതുപോലെ തന്നെ അത് പ്രായമായവരിൽ എന്തുണ്ടാവും? മെമ്മറി നശിച്ചു പോകും. അപ്പൊ മെമ്മറി കിട്ടുന്നതിന് ഇതൊരു കാരണമായി മാറും. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും, ബ്രെയിൻ ബൂം ചെയ്യാൻ പറ്റും. അതുപോലെ കരിയർ സ്കിൽസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫിൽ ഷാർപ്പണിങ് ചെയ്യാൻ, അവരുടെ ലൈഫ് ഷാർപ്പൺ ചെയ്യാൻ പറ്റും. മെന്റൽ ഡിസ്ട്രക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ കൂട്ടണം. മനസ്സിലായോ? ഇനി കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇനി എന്തുവാ നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇനി ഈ IQ വർദ്ധിപ്പിക്കുന്ന ഡെയിലി റൂട്ടീൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഡെയിലി റൂട്ടീൻ. സാംസൺ പി കൊന്നുകൂടെ, നമ്മുടെ സാംസന അനിൽ കൃഷ്ണൻ നമ്പൂതിരി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിച്ചോണം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ IQ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലെ ചില റൂട്ടീൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ളവർ, മനസ്സിലാവുന്നു? നിങ്ങൾ 6:30 ആകുമ്പോൾ എഴുന്നേക്കണം. പക്ഷെ നിങ്ങൾ അതിനകത്ത് 5 മണിക്ക് എഴുന്നേക്കുന്നുണ്ട്, അതിന് മുന്നിലും എഴുതുന്നു. ഓക്കെ, നിങ്ങൾ 7 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എന്തുകൊണ്ടാണോ? മുട്ട, പഴം, ഇവ എന്തായാലും ഉണ്ടാവണം. മനസ്സിലാവുന്നു? നട്ട്സ്. അല്ല, അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ഡേറ്റ് നട്ട്സ് നിങ്ങൾ കഴിക്കണമെന്ന് ചോദിച്ചാൽ, പക്ഷെ പ്രായപൂർത്തിയായവർ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. ഡേറ്റ്സ് അല്ല, നട്ട്സ് കഴിച്ചിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതല്ലാതെ ഫുഡിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഫുഡാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നു? പ്രായമായവർ കുറെ സാധനങ്ങൾ ഒമിറ്റ് ചെയ്യും. അതുകൊണ്ടായി സംഭവം പറയുന്നത്. 9 മണിക്ക് നിങ്ങൾ സ്കൂളിൽ പോകും. മനസ്സിലാവുന്നു? അപ്പോൾ അതുപോലെ 7:30 കഴിഞ്ഞ് ഒരു ആണുങ്ങളെ അല്ല, അത് ഞാൻ പിന്നെ പറയാം. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങൾ ഒരു 9 മണിക്ക് സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്തുകൊണ്ടാ? നിങ്ങളുടെ പഠന വിഷയവും വർദ്ധിക്കും. അതോടെ തന്നെ സാമൂഹികപരമായ നിങ്ങളുടെ ബന്ധം വർദ്ധിപ്പിക്കും. അല്ലാന്നല്ലോ. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ഒരു സ്നാക്സ് ഒക്കെ അടിക്കണം. മനസ്സിലാവുന്നു? അതെന്താന്ന് വെച്ചാൽ, അതോടൊപ്പം തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ബ്രെയിൻ ഗെയിമിംഗ് കളിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഏതാ? 3:30 എന്ന് പറഞ്ഞാൽ ചെസ്, സുഡോക്കോ, ഇതൊക്കെ അന്നേരം കളിക്കാം. 4:30 പുറത്തുള്ള കളിക്ക് പോകാം. ഒരു 6 മണി വരെ നിങ്ങൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മനസ്സിലാവുന്നു? പിന്നെ 7 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടും, ഒരു പെർഫെക്ഷൻ കിട്ടും, ഡിസിപ്ലിൻ കിട്ടും. കറക്റ്റ്. 8 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? അത്താഴം കഴിച്ചിരിക്കണം. ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അത്താഴം കഴിച്ചിരിക്കണം, സപ്പർ കഴിച്ചിരിക്കണം. മനസ്സിലാവുന്നു? അതിനകത്ത് വെജിറ്റബിൾ മസ്റ്റ് ആയിട്ട് വേണമെന്ന് താനും. മനസ്സിലാവുന്നു? അതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, അത് വെജ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് ന്യൂട്രിയൻസ്, അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളുടെ ശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഇത് കുറെ ഗുണം ചെയ്യും. 8:30 ആകുമ്പോഴത്തേക്ക് ഒരു മൈൻഡ് ഗെയിമും കളിച്ച് ഒരു സ്റ്റോറി അമ്മയുടെ അടുത്തുനിന്നോ അപ്പന്റെ അടുത്തുനിന്നോ ഒരു കഥയൊക്കെ കേട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വിസിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയും കൂടും, കോൺസെൻട്രേഷനും കൂടും. 8:30 നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നു. ഇനി 9 മണിയാകുമ്പോഴത്തേക്ക്, ഇത് എന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൂടെ ഒരു മാർഗദർശനം തരാൻ വേണ്ടിയാ. 9 മണിയാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുക. 9 മണി കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 മണിക്ക് ഉറക്കുന്നത് നല്ല മെമ്മറി കിട്ടാൻ കാരണമാണ്. മനസ്സിലാവുന്നു? നിങ്ങൾ ഒരു 9:30-10 മണിക്കകത്ത് ഉറങ്ങണം. മനസ്സിലായോ? എന്നിട്ട് അതായത് നമ്മുടെ കൂട്ടുള്ളവര്, ഞങ്ങളുടെ കൂട്ടുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക്, ലിനിയൊക്കെ ആകുമ്പോഴത്തേക്ക് 5:30 കൃത്യമായി മിനിമം 5:30 എഴുന്നേറ്റിരിക്കണം. മനസ്സിലാവുന്നു? 6:30 ഈ നട്ട്സ്, ഓട്സ്, ഫ്രൂട്ട്സ് ഇത് കൃത്യമായി കഴിക്കുന്നവർക്ക് നമ്മളിപ്പോഴും പറയുമ്പോൾ എന്തെന്നറിയാം, നമ്മൾ ഈ അറിയാതെ ഒത്തിരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തിങ്കിങ് പ്രോസസ്സിന് ആവശ്യമായ പല തരത്തിലുള്ള എന്ത് ചെയ്യണം, മൂലകങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവണം. ഇത് നമ്മളെന്തോ ഓരോന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് മഗ്നീഷ്യം ഇത്ര ഇരിക്കട്ടെ, സൾഫർ ഇത്ര ഇരിക്കട്ടെ, സോഡിയം ഇത്ര എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നേ? ഓരോ ആഹാരത്തിൽ നിന്നാ കിട്ടുന്നേ. ആണോ? അത്തരത്തിലുള്ള ആഹാരം
കൃത്യമായി കഴിക്കണം. മനസ്സിലാവുന്നു? അതിരിക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലാണ്. ഈ IQ വർദ്ധിക്കുന്നവന്മാരെല്ലാം ശ്രദ്ധിച്ചോണം, അവന്മാർ ജങ്ക് ഫുഡ് തട്ടിക്കളയും. മനസ്സിലാവുന്നു? 7 മുതൽ അതുപോലെ തന്നെ പ്രായമായവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പീക്ക് ടൈമിൽ ഒരു ടൈമാണ് എന്തെന്ന് പറയുന്നത് ഈ 7 മണി തൊട്ട് 9 മണി വരെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നത് ഏറ്റവും ടോപ്പ് സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള സാധനങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് അങ്ങ് ചെയ്തു വെച്ചാൽ എന്തോ ചെയ്യും, അതും നമുക്ക് എന്തോ ചെയ്യും, ഗുണമായി കിട്ടും. മനസ്സിലാവുന്നോ? ഇത് വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ ചുമ്മാതെ വെച്ച് എന്ത് ചെയ്തോണ്ടിരിക്കരുത്. ഈ സാധനം ഈ സമയം ഈ 7 ഇതാകുമ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാധനം. നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടവർക്ക് ജോലി ചെയ്യാം, അത് പോകണമെങ്കിൽ ഇത് ചെയ്യാം, എന്ത് കാര്യങ്ങളും ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പിന്നെ ഗെയിം കളിക്കണമെങ്കിൽ കളിക്കാം. ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അത്. മനസ്സിലാവുന്നു? മനസ്സിലാവുന്നുണ്ട്? ഇനി 1:30 മുതൽ 3 മണി വരെയുള്ള സമയത്ത്, അല്ല 12:30 ആകുമ്പോഴത്തേക്ക് ഒരുവിധം പ്രായമായവരെല്ലാം ഒരു 12:30 മുതൽ 1:15 സമയത്ത് ഫുഡ് കഴിച്ചിരിക്കണം. മനസ്സിലാവുന്നു? അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ അതുകൊണ്ടാണ് ഈ എന്തോ ഈ പറയുന്ന വിദേശത്ത് ഈ അമേരിക്കക്കാരും മറ്റുള്ളവരൊക്കെ എന്തോ ഞണ്ടിനെ കഴിക്കുന്ന എന്തിനാണെന്നറിയാം? ഈ ഒരു സാധനം ഈ പ്രായമായവർക്ക് ഏറ്റവും നല്ലതാണ്. ലീഫ്, ഈ ഞണ്ട്, പ്രോട്ടീൻസ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വളരെയേറെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഫുഡുകൾ. അത് ഉച്ചയ്ക്ക് അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ഈ 1:30 മുതൽ 3 വരെയുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഇച്ചിരി നേരം ഉറങ്ങും. മനസ്സിലാവുന്നു? അപ്പം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റൽ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന കൃത്യമായ ഒരു സമയമാണ്. പക്ഷെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, നമ്മുടെ IQ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ മുതിർന്നവര് ലാംഗ്വേജ് പഠിക്കണം, കോഴ്സ് പഠിക്കണം. ഇതൊക്കെ ഓൺലൈൻ കോഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആ സമയം. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയെ ബാധിക്കണമെന്നൊന്നും അല്ല. ജോലി കഴിഞ്ഞവരും കാണത്തില്ല ഇതിനകത്തൊക്കെ. മനസ്സിലാവുന്നു? ആ ഒരു ഗണത്തിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നു? ഈ ലാംഗ്വേജ്, അതുപോലെ തന്നെ എന്തെങ്കിലും കേൾക്കുക, ഇത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ. ഈ 6 PM ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് എന്ത് വേണം? ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് പോകണം. മനസ്സിലാവുന്നു? വർക്കൗട്ട് ചെയ്യണം, ജിമ്മിന് പോവാം, യോഗയ്ക്ക് പോവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇനി ഇതൊരു പ്രത്യേക പ്രശ്നമാണ്. പപ്പയ്ക്കായാലും ശരി, ഞാൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 7:30 ആകുമ്പോൾ കഴിച്ചിരിക്കണം. ലേറ്റ് ആയിട്ട് പ്രായമായവർ കഴിക്കരുത്. അത് തലച്ചോറിനെ എഫക്ട് ചെയ്യും. നിങ്ങളുടെ IQ-നെ എഫക്ട് ചെയ്യും. മനസ്സിലാവുന്നു? അപ്പൊ 8:30 ആകുമ്പോഴത്തേക്ക് അത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 8:30 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ജേണൽ വായിക്കാനൊക്കെ ഉപയോഗിക്കണം. മനസ്സിലാവുന്നു? ഒരു 10 മിനിറ്റ് ബ്രെയിൻ ഗെയിം ഒക്കെ കളിക്കണം. വളരെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഒന്ന് ഷാർപ്പൻ ചെയ്യുന്ന ആയേട്ടാ. അപ്പൊ നമ്മളെ ഷാർപ്പൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ, ബ്രെയിൻ ഗെയിം ഒരു 10 മിനിറ്റ് കളിക്കണം. നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കളഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിനെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ യൗവനം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നു? 9:30 ആകുമ്പോൾ പോയി കിടക്കുക. അതൊരു 10-10:15 വരെയൊക്കെ 10:30 വരെയൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ കാരണം എന്താ, നമ്മുടെ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട മണിക്കൂറിനെ സെറ്റ് ചെയ്യുന്ന സംഭവത്തേക്ക് നോക്കുക എന്നുള്ള. ഇതിനകത്ത് ഇനി ഈ 2 പേരും ചെയ്യേണ്ട ചില ആഴ്ചയിൽ പറ്റുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു ലൈബ്രറി പോയി കാണും. പുസ്തകങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചേക്കും. ഹെഡിങ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാലും മതി. എന്നിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ ചെന്നിട്ട് ഈ ഹെഡിങ് ഇങ്ങനെ നോക്കണം. അത് സബ് കോൺഷ്യസ് അത് ഇതിന്ന് ഓർഡർ നോക്കണം. ഇതെങ്ങനെ ബുക്കുകളിൽ അടുക്കി വെച്ചേക്കുന്നത്, മൈൻഡിന്റെ ബുക്കുകൾ ഒരു സമയം, റീസണിങ്ങിന്റെ ഒരു, അങ്ങനെ ബുക്കുകളുടെ പേര് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മനസ്സിലായോ? പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു ട്രാവൽ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, ഈ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്തിരിക്കണം. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ IQ-ന്റെ സ്കോർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഇതങ്ങ് നിർത്താൻ പോകും, സമയം പോകുന്നുണ്ട്. മനസ്സിലാവുന്നു? ഒരു കാര്യം ആലോചിച്ചോണം. IQ ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQ എത്രയാന്ന് പറഞ്ഞു കേട്ടുണ്ടോ? 200 ഇടിച്ച 130 ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത്. 130 ഏറ്റവും ടോപ്പായിട്ടുള്ള. അത് ഒട്ടും മേലോട്ട് വരുന്നത്. അതൊക്കെ ഒരു ഗിഫ്റ്റഡാ, ദൈവം തരുന്ന കൃപ എന്നൊക്കെ പറയുന്നത് പോലെ അത് സംഭവം. അങ്ങനെയാണ് പറയാം. അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്ക്. വാ, ഇവിടെ നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ ഇടിക്കുമോ? നീ എന്റെ ചങ്കല്ലയോ? പിന്നെന്ത് ആലോചിച്ച അന്നേരം പറയണം ബിലോ ആവറേജ്. പിന്നെ മോൻ എന്റെ മുത്ത്, ഇത് കേക്ക് ഇങ്ങോട്ട് നോക്ക്. എന്റെ ദൈവം എന്റെ കുഞ്ഞ് 2 ഫോൺ ഇരിക്കുമല്ലോ കയ്യിൽ. ഇത് പറയുന്നത് എന്താ പറയുന്നത്, 70% എന്ന് പറഞ്ഞാൽ എന്താണ്? 70% ബിലോ ആവറേജ് ആണ് കൂട്ടിക്കണം. ഒരു 70 തൊട്ട് 80 വരെ ബിലോ ആവറേജ് തന്നെ. അതും മനസ്സിലാവുന്നു? 70-80 ബിലോ ആവറേജ് അങ്ങനെ വെച്ച് കൂട്ടിയാൽ മതി. പിന്നെ ഒരു 80, ഒരു 90, 109 ഒരുവിധമുള്ളവരെല്ലാരും ഇതിനകത്ത്, മോസ്റ്റ് ഓഫ് ആൾക്കാരും ഇതിനകത്ത് ഇതെന്തോ വട്ടയിലേം കൊണ്ടൊക്കെ. ശരി, അമ്പലത്തിൽ പോകുന്നു.
പിന്നെ അവിടെ പോകുമ്പോണ്ടാ പോകുന്നല്ലേ വിളക്കെത്തി. ആ ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞു തന്നെ അത് പോയല്ലോ. ആ 150 109 വരെ ആവറേജ്. മനസ്സിലാവുന്നു? ഇതാണ് എന്തെന്ന് പറഞ്ഞ ആവറേജ്. എല്ലാരും ഈ ഗണത്തിൽപ്പെടും. പിന്നെ ഐക്യുവിന്റെ 110 മുതൽ ഒരു 119 120 വരെ ഉള്ളവരെ നമ്മൾ പറയുന്നതാണ് എബോ ആവറേജ്. മനസ്സിലാവുന്നു? ഈ 120 മുതൽ 129 വരെയൊക്കെ ഉള്ള, അല്ലെ 130 അല്ല, അവരൊരു സൂപ്പർ പരിപാടിയാണ്. സൂപ്പറാ. മനസ്സിലായോ? സൂപ്പർ റേഞ്ചിൽ നിൽക്കുന്നവരെ ഞാൻ അതിൽ പെടുന്ന എന്റെ ചിന്ത. ഞാനും അത് പെടുന്നില്ല ചിന്ത. അത് ഞാൻ വേണമെങ്കിൽ നടത്താം. അതിനുള്ള ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റ് വരെ ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റിനകത്ത് അത് പിന്നെ പറഞ്ഞുതരാം. എന്താ ഞാൻ പിന്നെ പറഞ്ഞേ, ഈ കൊച്ചത് തെറ്റിച്ച് 120. അപ്പൊ 130 എന്ന് പറഞ്ഞ ഗിഫ്റ്റഡാ, ദൈവം തരുന്നത്. മനസ്സിലായോ? അത് നമ്മുടെ ലെവന് 130 ഉണ്ടെന്നാ പറയുന്നത്. ഏതാ? നമ്മുടെ IT-യുടെ ഷൈജു, അവനുണ്ട്. മനസ്സിലായോ? അവനെ ചെക്ക് ചെയ്യാം. അവന്റെ ഇളയ ഒരു കൊച്ചിനുണ്ട്. പക്ഷെ അത് ഓട്ടിസം പോലാണ് അവരുടെ ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. അവരങ്ങ് എക്സ്ട്രീം അതിൽ തന്നെ ജീവിക്കുക. മനസ്സിലാവുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ഓട്ടിസം എന്നല്ലേ അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീമിസം ഇൻ ദയർ ഒരു ഓക്കെ ചുമ്മാ ഒന്നും വിളിച്ചു പറയല്ലേ അറിഞ്ഞൂടാത്ത കാര്യം കേട്ടോ. ഇനി ഇത് കേട്ടോടി. അപ്പം ഇതാണ് ഗിഫ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി IQ ടെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. IQ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ എന്ന് പറഞ്ഞാൽ WAIS എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, WIC എന്ന് പറയുന്നുണ്ട്, റാവൺസ് പ്രോഗ്രസീവ് മെന്റൽ ടെസ്റ്റ് ഉണ്ട്. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ IQ ടെസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ IQ.com IQ.test.com എന്നുള്ളത് അറിയാം. 123test.com എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. മെൻസ IQ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കണം. പക്ഷെ ഇതിന്റെ ഈ ഓൺലൈൻ കോഴ്സസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ പഠിച്ചു വെച്ചേക്കണം. ഈ ഓൺലൈൻ ടെസ്റ്റിലൂടെ നിങ്ങൾ അൻസാരി, നിലമേൽ, റോയ് ഉമ്മൻ, മലയാളി മച്ചൻ, സുജാത ഓക്കെ. അപ്പൊ ഞാൻ തോന്നുന്നത് മെമ്മറി ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ പറഞ്ഞ IQ.test.com ആയാലും ശരി, ഈ 123test.com ആയാലും ശരി, ഈ മെൻസ എന്ന് പറയുന്ന അങ്ങനെയുള്ള ടെസ്റ്റ് ഇറ്റ്സ് അവൈലബിൾ ഫ്രം എന്തോന്ന് ഈ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഈ കോഴ്സിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. മനസ്സിലായി? ഉണ്ടെങ്കിൽ തന്നെ വാലിഡിറ്റി ഇല്ല. അതോടൊപ്പം തന്നെ നമുക്ക് എവിടെങ്കിലുമൊക്കെ ഒരു ഔദ്യോഗിക കാര്യത്തിന് നമ്മൾ ഇത്രയും മൈൻഡ് പവർ ഉള്ള IQ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് കൺസിഡർ ചെയ്യാനും ഒക്കത്തില്ല. ഇതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം ജില്ലയിൽ ഈ പ്രാണാഹീലം എന്ന് പറഞ്ഞ തണ്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇത് ചെക്കിങ് കറക്റ്റായിട്ട് വിത്ത് നമ്മൾ പറയുന്ന ഈ ഡോക്ടർ ഉണ്ടായിരിക്കണം. ഏതാ? ഈ സൈക്കോളജിസ്റ്റ്, ആ പറയുന്ന കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ അവിടെ ഉണ്ടാവണം. ഇത് കൗൺസിലിംഗ് സെന്റർ കൂടിയാണ്. അത് പറയാം കിംസിൽ ഇതിന്റെ എല്ലാ ചെക്കപ്പും നടക്കുന്ന ഒരു സംഭവമാണ്. ഏത്? കിംസ്. പിന്നെ തിരുവനന്തപുരത്ത് വേറൊരെണ്ണം ഉണ്ടല്ലോ, നമ്മുടെ കരുണാകരനൊക്കെ മരിക്കും. അവിടെ കരുണാകരൻ സാറൊക്കെ കിടന്ന് കരുണാകരൻ കിടന്ന് നമ്മുടെ ആ എയറോഡ്രാമിലോട്ട് പോകുന്നതിന്റെ അടുത്ത് വലത് സാധ്യതയുള്ള എന്ത് വരുന്നത് ആ ഹോസ്പിറ്റലിന്റെ പേര്? കിംസ് കൂടാതെ ഒരെണ്ണം ഉണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. ഇല്ല, അതൊരു എപ്പോഴും ആയിരിക്കുന്ന ഒരു പേരായിരുന്നു. അതുപോലെ ആ ഹോസ്പിറ്റലിലൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചെക്കപ്പുകളുണ്ട്. മനസ്സിലാവുന്നു? ഇത് മനസ്സിലാക്കി നമ്മുടെ IQ ടെസ്റ്റ് ഒക്കെ. പക്ഷെ എന്നാലും ആ ഹോസ്പിറ്റൽ എല്ലാം തെറ്റിച്ച് എന്റെ മൈൻഡ് മൊത്തം പോയി. സെന്റ് തോമസ് ഒന്നുമല്ല. അപ്പൊ നിർത്താം. അപ്പം ഇത് മനസ്സിലാവുന്നോ? അപ്പൊ വടേ ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ ഈ പറയുന്ന ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഇതിനുള്ള ടെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ബാ. അപ്പൊ IQ-ന്റെ കാര്യങ്ങളെല്ലാം മോൻ പഠിച്ചോ? ഇല്ല. അപ്പം IQ എന്തിനാ ഗുണപ്പെടുന്നതെന്ന് മനസ്സിലായോ? അപ്പൊ IQ അറിയുന്നതിനുള്ള മെത്തേഡ് മനസ്സിലായോ? ഇപ്പൊ മോനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? IQ വർദ്ധിപ്പിച്ചാൽ എന്തൊക്കെ ഗുണം കിട്ടുമെന്ന് മനസ്സിലായോ? അപ്പൊ അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് പ്രായപൂർത്തിയായവർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായോ? അപ്പം പുസ്തകം വായിക്കുന്നതുകൊണ്ടുള്ള സംഭവം മനസ്സിലായോ? അപ്പം ഇതെല്ലാം ചേർത്തതാണ് IQ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് മനസ്സിലായോ? എന്തിനാ മോനിതൊക്കെ ഒരു കാലത്ത് പപ്പ ഇങ്ങനെ കിളവനായിട്ടിരിക്കുമ്പോ ഇയാൾ എനിക്ക് കൊച്ചുനാളി IQ-നെ പറ്റി ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ ഇടവരരുത്. മനസ്സിലാവുന്നു? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ IQ മോന് പൊസിഷനല്ല. നമ്മൾ ഈ ഒരു കാര്യം ആലോചിച്ചോണം. വിജയിക്കുന്നതിന് പണം വേണമെന്നോ ഇതൊന്നുമില്ല. ഉസൈൻ ബോൾട്ട് എത്ര വർഷം വന്നു? 1ാം ക്ലാസ് തൊട്ട് 27 ഞങ്ങൾ ഞാൻ പറയുന്ന കേൾക്ക്. എനർജറ്റിക് ഫാമിലി, അതാരെ എഴുതിയ? അൻസാരിയാ. ഉടായിപ്പ കള്ളം പറഞ്ഞു. അപ്പൊ ഈ പറയുന്നേക്കെ ഈ
ഉസൈൻ ബോൾട്ടിനെ പറ്റി മോനൊന്ന് പറഞ്ഞിരിക്കണം. ഉസൈൻ ബോൾട്ട് ആക്ച്വലി 27 വർഷം, എത്ര 27 വർഷം. 27 വർഷത്തിൽ അവൻ ഭയങ്കരമായിട്ട് ഓടുമായിരുന്നു. മനസ്സിലായോ? ജമൈക്ക എന്ന് പറയുന്ന ഒരു രാജ്യം പോലും അവന്റെ പേരിൽ അറിയപ്പെട്ട എങ്ങനെയാണെന്നറിയാമോ? ഈ 27-ാം വയസ്സിനകത്ത് അവൻ അനേകം പ്രാവശ്യം കൊച്ചുനാളി ഓടിയോ? ആ ഓടുന്ന സമയത്തെല്ലാം അവൻ അങ്ങ് തോക്കും. പക്ഷെ അവൻ ഓരോ തോൽവിയിൽ നിന്നും ഓരോ സ്റ്റെപ്പ് അവൻ പഠിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? അവൻ അവന്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു. അണ്ടർസ്റ്റാൻഡ്? അവന്റെ ഗെയിമിലൂടെ അവൻ എന്തോ ചെയ്ത് എന്താണ് എന്റെ പിഴവെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? കൂടുതലൊന്നും ചെയ്തില്ല. 100 മീറ്റർ ഓടി. എത്ര മീറ്റർ? 100 അതുകൊണ്ട് ഇവിടുന്ന് അമ്മ നിൽക്കുന്ന അവിടുത്തെ പോസ്റ്റിന്റെ അവിടം വരെ ആ 100 മീറ്റർ ഓടിയപ്പോഴത്തേക്ക് ഒരു ചായ 100 മീറ്റർ ഓടിയപ്പോഴത്തേക്ക് എത്ര കിട്ടി? 9 സെക്കൻഡ് അടുപ്പിച്ച് ഓടി കഴിയുമ്പോൾ 9 പോയിന്റ് എക്സാക്ട് എനിക്ക് അറിയില്ല. അപ്പൊ അത്രയും ഓടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഒരു ദിവസം കൊണ്ട് 2000 കോടി കിട്ടി. മനസ്സിലാവുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ സ്പീഡായിട്ടുള്ള ആരാന്നും പേര് കിട്ടി, ഓട്ടക്കാരെന്നും പേര് കിട്ടി. മനസ്സിലായോ? ജീവിതത്തിൽ അപ്പൊ സക്സസ് ആവാൻ എത്ര മിനിറ്റ് മതി? 10 സെക്കൻഡിൽ താഴെ ആയാലും ലോകം കീഴടക്കാം. മനസ്സിലായോ? അതുകൊണ്ട് മോൻ എന്ത് ഈ പറയുന്നതിന്റെ മോൻ്റെ ആൻസർ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാക്കേണ്ടത്? ചെയ്യുന്ന കാര്യം എന്ത് ലോകത്ത് ചെയ്തു, ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.